ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നാടൻ കോഴിക്കും ടർക്കിക്കും തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ ആ 2 നേരം ഈ തീറ്റയാണ് ടർക്കിക്ക് കൊടുക്കുന്നത്. നാടൻ കോഴിക്ക് വലിയ ചിലവില്ലാതെ നമ്മൾ തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഈ ടർക്കിക്ക് നാടൻ കോഴിക്കും തീറ്റ കൊടുക്കാൻ കൊടുക്കുന്നത് ഇതുപോലെ വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കുന്ന വാഴയാണ്. ഈ വാഴ നമ്മൾ വെട്ടിയെടുത്ത് ആണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാൾ നിന്നാലും ഇത് വലിയ കൊല കിട്ടുന്ന ഒരു വാഴ അല്ല. ഇത്രയും വാഴ നോക്കി നമ്മൾ വെട്ടിയെടുക്കും. നമുക്കിവിടെ ഒത്തിരി വാഴ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും വാഴ ഉപേക്ഷിച്ച് കളയുകയാണ്. നമ്മൾ വെട്ടി ഇതിൻ്റെ പുറത്തെ അഴുക്ക് തൊലികളെല്ലാം പൊളിച്ച് കളയുക. അത് നമ്മൾ പൊളിച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് നമ്മൾ ഇതുപോലെ 3-4 എണ്ണം വെട്ടിയെടുത്തായിരുന്നു. എടുത്ത് അരിഞ്ഞ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ അരിയാം നമുക്ക്. ഇതുപോലെ ചെറുതായിട്ട് അരിയുക. ഇതാകുമ്പോൾ വലിയ ചിലവില്ല, കോഴികളുടെ വയറ് നിറയുകയും ചെയ്യും, വലിയ ശല്യമില്ലാതെ വീട്ടിൽ നിൽക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ. മറ്റേ നമ്മൾ പുറത്തുനിന്ന് തീറ്റി മേടിച്ച് ഇതിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ മുതലാകത്തില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. രാവിലെയും കൊടുക്കും, ഉച്ച കഴിഞ്ഞും കൊടുക്കും. രാവിലെ നമ്മൾ ഇത് അരിഞ്ഞ് കൊടുത്തിട്ട് അതിനെ ടർക്കിയെ കൂട്ടിക്കയറ്റും. നാടൻ കോഴിയൊന്നും നമ്മൾ കൂട്ടിക്കയറ്റത്തില്ല, വൈകിട്ട് മാത്രമേ കൂട്ടിക്കയറ്റത്തുള്ളൂ. അതിങ്ങനെ നടന്നോളൂ. ടർക്കിയെ നമ്മൾ കൂട്ടിക്കയറ്റി ഇടുന്നതെന്ന് പറഞ്ഞാൽ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വലിയ ശല്യമാണ് ഇതിനെക്കൊണ്ട്. അത് കാരണം അതിനെ രാവിലെ തീറ്റ കൊടുത്തിട്ട് നമ്മൾ കൂട്ടിക്കയറ്റും. ഇപ്പം വീണ്ടും തീറ്റ കൊടുക്കാൻ ഉച്ച കഴിഞ്ഞ് സമയമായി. ഇത് പിന്നെ വീണ്ടും വൈകിട്ട് കൂട്ടിക്കയറ്റാറാകുമ്പം ശകലം നമ്മുടെ നാടൻ തീറ്റി കൊടുക്കും. അപ്പോൾ ആ ഒരു നേരത്തെ തീറ്റിക്കേ ഉള്ളൂ നമുക്ക് ചിലവ് വരുന്നത്. അപ്പം നമുക്കിത് കുറച്ചുകൂടെ അരിഞ്ഞിട്ട് അതിനെ തുറന്നു വിടാം. ഇത് നല്ല ബെസ്റ്റ് തിന്നുന്നതാണ്. നമുക്ക് കോഴിയെ തുറന്നു വിടാം. അപ്പം ഇതിവിടെ വെച്ചിരുന്ന കോഴി തുറന്നു വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് ഇതേ ചാടി കയറി മറിച്ച് താഴെ കളയും. അപ്പം നമുക്ക് തുറക്കാം. ഇപ്പം ഈ ചൂട് സമയമായതുകൊണ്ട് ഇതിന് ഈ വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞു കൊടുത്താൽ അത് എത്രയോ നല്ലതാണ്. തണുപ്പല്ലേ. കോഴിയെല്ലാം ഫോളിനായിട്ടുണ്ട്. വാ 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 വാ. എല്ലാവരും വന്ന് ഇതിന് കുത്തി തിന്നും. അപ്പം അങ്ങനെ തിന്നുകയും ചെയ്യുക, എനിക്കിത് അരിഞ്ഞിടുകയും ചെയ്യാം.
ഇനി നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കുടഞ്ഞിട്ട് കൊടുക്കാം. അതൊരു കോഴി, ചെറിയ കോഴിയൊക്കെ ഇവിടെ വന്ന് തിന്നാൻ മടിക്കുകയാണ്. ഇതുങ്ങളുടെ കൂടെ ഇത് തിന്നാൻ മടിക്കും. അപ്പം നമുക്ക് അപ്പുറത്ത് ഉണ്ട് കുടഞ്ഞിടാം. വാ. ഇതുപോലെ നമ്മളൊരു ഷീറ്റ് ഉണ്ട്, ആ ഷീറ്റയിലോട്ട് ആണ് ഇത് കുടഞ്ഞിട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ് വലിയ വിശപ്പില്ല, എന്നാലും അത് കൊത്തി തിന്നോണ്ടിരിക്കുകയാണ്. കുറേച്ചേ തിന്നത്തുള്ളത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ടർക്കി കോഴിയും ഇപ്പം ഞങ്ങൾ വളർത്തുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ചിലവില്ല, തീറ്റ കുറവ് മതി, അതുങ്ങളുടെ വയറ് നിറയുകയും ചെയ്യും. വൈകിട്ട് മാത്രം ഒരല്പം തീറ്റി, നമ്മുടെ നാട്ടിലുള്ള തീറ്റി കൊടുക്കും, അത് ചേക്ക കയറാൻ നേരത്ത് മാത്രം. അപ്പം നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.